തൃശ്ശൂർ മുളങ്കുന്നത്തുകാവ് കോക്കുളങ്ങരയിൽ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കടയിൽ വീണ്ടും തീപിടുത്തമുണ്ടായി. ഇന്നലെ തീ അണച്ച ഭാഗത്ത് വീണ്ടും രാവിലെ തീപിടിക്കുകയായിരുന്നു. പുകഞ്ഞു കത്തിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ വാർത്തയിലേക്ക് നമുക്ക് വരാം. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. ഈ കത്തിയിടത്ത് തന്നെ പിന്നെയും കത്തിയോ? ഇന്നലെ തീപിടുത്തമുണ്ടായ സ്പെയർ പാർട്സ് ഷോറൂമിലാണ് നമ്മളുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം വീണ്ടും തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ ഇവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. 5 വെൽഡിംഗ് തൊഴിലാളികൾ ഇന്നലെ 7 മണിയോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. 150-ലധികം ജീവനക്കാർ പണിയെടുക്കുന്ന ഷോറൂമാണിത്. അതായത് ബൈക്കിന്റെ ഉൾപ്പെടെയുള്ള സ്പെയർ പാർട്സുകൾ വിതരണം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരിടമാണ്, തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഇടമാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇന്നലെ ഈ വെൽഡിംഗ് ജോലികൾ നടക്കുന്നതിനിടയിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ 5 തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനിടയിൽ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാകാവുന്ന വസ്തുക്കളടക്കം പലതും സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ തീ പടരുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. ആ സമയം ഈ ഒപ്പം ഉണ്ടായിരുന്ന 4 പേർ പുറത്തേക്ക് ചാടി. പക്ഷേ ഇന്നലെ മരിച്ച നിബിൻ എന്ന് പറയുന്ന 22-കാരന് വെൽഡിംഗ് തൊഴിലാളിക്ക് പുറത്തേക്ക് കടക്കാനായിരുന്നില്ല. നിബിൻ ഈ ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ തീ കെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നതും പിന്നാലെ തീ ആളിപ്പടരുന്നതും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിബിൻ ഇതോടുകൂടി തന്നെ ഈ ബാത്റൂമിനുള്ളിൽ നിന്നു. പക്ഷേ തീ വലിയ രീതിയിൽ ആളിപ്പടർന്നു. നിബിന് വേണ്ടി 7 മണി തൊട്ട് 9 മണി വരെ മണിക്കൂറുകൾ നീളുന്ന ദൗത്യം ഈ ഫയർഫോഴ്സ് നടത്തി. പക്ഷേ തീ അണച്ച അകത്തേക്ക് കയറാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ, അതായത് ഇതിന്റെ പുറകുവശമാണ്, ഈ പുറകുവശത്തെ മതിൽ JCB ഉപയോഗിച്ച് തകർത്ത് അതിനുശേഷം ഈ വെള്ളമടിച്ച് തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമാണ് ഈ ഫയർഫോഴ്സ് അകത്തേക്ക് കയറുന്നത്. ഇതിനപ്പുറത്തും വീണ്ടും ഒരു മതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ പടരുന്ന സമയത്ത് ഒരു തരത്തിലും ഈ ഫയർഫോഴ്സിന് സേനയ്ക്ക് അകത്തേക്ക് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഈ ഇരുമ്പ് സ്പെയർ പാർട്സിന് അടിയിലിരിക്കുന്ന വസ്തുക്കളാണ് ഇപ്പോഴും ഈ നീറി കത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മതിൽ പൊളിച്ച് ഇതിനകത്തേക്ക് കയറുന്നു. പക്ഷേ ഈ ബാത്റൂമിനകത്ത് നിബിൻ ഈ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഥാപനത്തിൽ ഈ തീ നിയന്ത്രിക്കുന്നതിന് വേണ്ട ഒരു ഉപകരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത്. അതാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതെന്ന് പറയുന്നു. വലിയ ഒരു ഷോറൂമാണ്, കോടികളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തീ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ തീ ഇത്രമാത്രം ആളിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോഴും വീണ്ടും തീ ആളിക്കത്തുന്നതാണ്. ഇന്നലെ രാത്രിയോടുകൂടി പൂർണ്ണമായും നിയന്ത്രണ വിധേയമായ തീയാണ് ഇപ്പോൾ വീണ്ടും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന SK. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മുളങ്കുന്നത്തുകാവിൽ കത്തിയ സ്ഥലത്ത് തന്നെ പിന്നെയും തീ പിടിച്ചു എന്ന വാർത്ത. കോക്കുളങ്ങരയിലാണ് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കടയിലാണ് തീ പിടിച്ചത്.